ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാലുകളുടെ വിണ്ട് കീറൽ, അതുപോലെ തന്നെ പാദങ്ങളിലെ വരൾച്ച, അതുപോലെ തന്നെ കറുപ്പ് നിറം, ഇതെല്ലാം അകറ്റാനായിട്ട് 3-in-1 സൊല്യൂഷനാണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ നമ്മുടെ സ്കിൻ കെയർ ഇതാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നൊരു കാര്യമാണ് കാലുകളുടെ സംരക്ഷണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു റിക്വസ്റ്റ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു പൊട്ടറ്റോയാണ്. അപ്പോൾ പൊട്ടറ്റോ തൊലി ചെത്തി കഴുകിയൊക്കെ എടുത്തിട്ട് അത് നമ്മളൊന്ന് ചീവി എടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചോ ആണ് എടുക്കേണ്ടത്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ പൊട്ടറ്റോയുടെ പൗഡർ ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യാൻ പോണത്. പൊട്ടറ്റോ ഉപയോഗിച്ച് ധാരാളം സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇത് കാലിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ പൊട്ടറ്റോ പൗഡർ ഉള്ളതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പൊട്ടറ്റോ പൗഡറാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടതെന്ന് പറയുന്നത് അര നാരങ്ങയുടെ നീരാണ്. അപ്പോൾ പൊട്ടറ്റോ പൗഡർ നമ്മൾ എടുത്തു വെച്ചതിലേക്ക് അര നാരങ്ങയുടെ നീര് കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ പൊട്ടറ്റോ നീരാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് ചീവി മിക്സിയിൽ അരച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഈ നാരങ്ങ നീര് ചേർക്കാം. നല്ലൊരു നാച്ചുറൽ ബ്ലീച്ച് കാര്യങ്ങളൊക്കെയാണ്. ഞാനിപ്പോൾ പൊട്ടറ്റോ പൗഡർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് എല്ലാവരുടെയും വീട്ടിലുള്ള പേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ കോൾഗേറ്റിൻ്റെ ഒരു പേസ്റ്റാണ്, ഏതെങ്കിലും പേസ്റ്റ് മതി കേട്ടോ. അപ്പോൾ ഒരല്പം ഒരു അര ടീസ്പൂൺ പേസ്റ്റ് എടുക്കുക. അതുകൂടി നമ്മുടെ പൊട്ടറ്റോ ജ്യൂസിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണാം. എൻ്റെ സ്കിന്ന് അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്. പ്രത്യേകിച്ച് കാലിൻ്റെ ഭാഗങ്ങളിൽ കൂടുതൽ വരൾച്ച കാര്യങ്ങളുണ്ടാവാറുണ്ട്. നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് പതിവായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു ഭാഗം തന്നെയാണ് കാല്. പക്ഷേ പലപ്പോഴും അത് വിട്ടുപോകാറുണ്ട്. അപ്പോൾ കാലിൽ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓയിൽ, നല്ലെണ്ണയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ, കോക്കനട്ട് ഓയിലാണെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഞാൻ മുരിങ്ങ ഇല ഉപയോഗിച്ചിട്ടുള്ള, മുരിങ്ങയുടെ സീഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓയിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കാലിൽ അപ്ലൈ ചെയ്യുന്നത് ഇടയ്ക്ക്. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്തൊക്കെ കൊടുത്ത് കുറച്ച് സമയം, ഒരു 10 മിനിറ്റെങ്കിലും നമ്മളത് വെയിറ്റ് ചെയ്യുക. 10-15 മിനിറ്റ് നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കാലിൻ്റെ അടിഭാഗത്ത്, അതായത് ഉപ്പൂറ്റിയുടെ ഭാഗത്തൊക്കെ ഇല്ലേ, അവിടെയൊക്കെ നന്നായിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുക. എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ അവിടെ ആണ് ഈ പറയുന്ന വരവിള്ളൽ ഉണ്ടാവുക. ഇപ്പോൾ അത് തൽക്കാലം കുറവാണ്, എന്നാലും നമ്മൾ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. വരാതിരിക്കാനായിട്ടൊക്കെ അത് സഹായിക്കും. അപ്പോൾ ഒരു 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം ഒരു ബേസിനിലെടുത്തിട്ട് നമ്മുടെ കാല് അതിൽ മുക്കി വെച്ച് 2 കാലും ഉപ്പൂറ്റിയൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിൽ മുങ്ങത്തക്ക വിധത്തിൽ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ കാലിൻ്റെ അടിഭാഗത്തെ സ്കിന്ന് ഇത്തിരി ഹാർഡായിട്ടുള്ളതാണ്, അതൊക്കെ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കുറച്ച് സമയം ഇരിക്കേണ്ടത്. ഇത് നമുക്കൊരു 10 മിനിറ്റൊക്കെ ഇരിക്കാം. നമുക്ക് ഈ വെള്ളത്തിൽ വേണമെങ്കിൽ തുളസി ഇല, ആര്യവേപ്പില ഒക്കെ ചേർക്കാം. ഞാനിതിൽ ഒരല്പം കല്ലുപ്പ് മാത്രമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്ക് ആ നാരങ്ങയുടെ തൊണ്ടിലൊന്ന് മുക്കിയതിന് ശേഷം, തൊണ്ട് കൊണ്ടൊന്ന് മുക്കിയതിന് ശേഷം നമ്മുടെ കാലിൽ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടോട്ടൽ ഒരു 3-4 മിനിറ്റ് നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം ഈ നാരങ്ങയുടെ തൊണ്ട് കൊണ്ട്. അപ്പോൾ ഡാർക്കായിട്ടുള്ള പാടുകൾ, കാര്യങ്ങൾ, കരുവാളിപ്പ് ഇതൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ കാലിൽ. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. കുറച്ച് സമയം അങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആകാനും ഒന്ന് ഡ്രൈ ആയി വരാനുമാണ്. ആ ഒരു ഡ്രൈ ആയി വരുന്ന സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അത്രയും സമയം നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അപ്ലൈ ചെയ്ത പാക്കൊക്കെ നന്നായിട്ടൊന്ന് സ്കിന്നിലേക്ക് അബ്സോർബായി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബേസിനിലെ വെള്ളത്തിലേക്ക് നമ്മുടെ കാലുകൾ വെച്ചിട്ട് ഒന്ന് കാൽപാദങ്ങളൊക്കെ ഒന്ന് ഉരച്ച് കഴുകുകയാണ് അടുത്തായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള കാൽപാദങ്ങളിലുള്ള ഡെഡ് സ്കിന്ന് അധികം ഹാർഡല്ലാത്ത കാര്യങ്ങളൊക്കെ റിമൂവായി കിട്ടാനായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സഹായിക്കും. പ്യൂമിക് സ്റ്റോൺ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് കാൽപാദങ്ങൾ ഉരച്ച് കഴുകിയാലും മതി. പണ്ട് കാലത്തൊക്കെ കല്ലിൽ പതിവായിട്ട് കാലുകൾ ഇങ്ങനെ ഉരച്ച് കഴുകുന്നത് കൊണ്ട് ഇങ്ങനെ ഡെഡ് സ്കിന്ന് കാര്യങ്ങൾ, അതുപോലെ വിണ്ടുകീറൽ കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യൽ കുറവായതുകൊണ്ടാണ് ഇതിനായിട്ടൊരു പർട്ടിക്കുലർ ഒരു ഡേയിൽ നമ്മൾ ചെയ്യേണ്ടി വരുന്നത്.
പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് ഉരച്ച് കഴുകി നമ്മുടെ കാലിൻ്റെ പാദങ്ങളിലെ സ്കിന്നിന് പ്രശ്നം ഉണ്ടാക്കരുത്, വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കരുത്. സ്കിന്ന് ഒരുപാട് ഡീപ്പായിട്ട് പോകാനൊന്നും ഇടയാവരുത്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. പ്രത്യേകിച്ച് ഏജ് കൂടിയവർ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. വളരെ ലൈറ്റായിട്ട് ചെയ്താൽ മതി. നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അത് ഇനി നമ്മുടെ കാലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പോഴത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ നമ്മുടെ കാലിൻ്റെ പരിചരണം ഇന്നത്തേത് നമ്മൾ ഫിനിഷ് ചെയ്യുകയാണ് ഇവിടെ. അപ്പം നമ്മുടെ കാലിലുള്ള വിണ്ടുകീറലുണ്ടല്ലോ, അതൊരു 50% കൂടുതൽ ഈ ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ മാറിപ്പോകും. നമ്മൾ എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യം ഒരു ദിവസം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ, ഫുൾ ഡേ ഒന്നും മാറ്റി വയ്ക്കണ്ടല്ലോ, കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതി. നമ്മുടെ കാലിലെ വിണ്ടുകീറൽ ഒരിക്കലും പിന്നെ ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന പാദങ്ങളുടെ പരിചരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതൊക്കെ കേൾക്കാൻ എനിക്കും വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.